ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒന്നാം പെരുന്നാളല്ലേ, അപ്പം അതിൻ്റെ വിശേഷങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്നതും കൂടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് ഇതാ ചായക്ക് വെള്ളമൊക്കെ വെച്ച് തിളച്ച ശേഷം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളപ്പിച്ച ശേഷം ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇടുന്നത് ഞാൻ 1 ടീസ്പൂൺ അതിൽ കാണിച്ചിട്ടുള്ളൂ, മറ്റേ വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. പത്തിരിക്കാണ് അതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് പൊടിയിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, പിന്നെ പരത്തണമൊന്നും കാണിക്കണില്ല. അപ്പോൾ അത് എപ്പോഴും കാണിക്കാനില്ല, അപ്പോൾ എല്ലാവർക്കും അത് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തലേദിവസം മേടിച്ച് വെച്ച ബീഫാണ്, അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തലേദിവസം സബോളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, ഇഞ്ചും കൂടെ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതാണ് പുറത്തേക്ക്. പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. മുറത്തിലിട്ടിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലിതാ ഈ കായും മോനും, ചെറിയ മോനും വലിയ മോനാണത്. അപ്പോൾ അവർ പള്ളിയിലേക്ക് പോണ തിരക്കിൽ പോവുകയാണ്. അപ്പോഴേക്കും കറി വേഗം ഉണ്ടാക്കുകയാണ്. സബോള കുക്കറിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോണത്. കുറച്ച് ചായ ലേശം കുടിച്ച് വേറെ ഒന്നും കഴിച്ചില്ല. വന്നിട്ട് കഴിക്കാനായിട്ട് 7:30 തുടങ്ങുമല്ലോ പള്ളിയിൽ. അപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് പച്ചമുളകും ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വീഡിയോ ഒന്നാം പെരുന്നാൾക്ക് എടുത്തതാണ് കേട്ടോ, സൗണ്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാം പെരുന്നാൾക്ക് ഇടാൻ എനിക്ക് പറ്റിയില്ല, അപ്പോൾ രണ്ടാം പെരുന്നാൾക്കാണ് ഞാൻ ഇടണത്. അപ്പോൾ അതിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബോള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി വഴന്ന് കിട്ടിയ ശേഷം ആണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളകും പൊടി, ഗരം മസാലപ്പൊടി, ഒരു 3 കയ്യിൽ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മുട്ടക്കറിക്ക് കുറച്ച് സബോള അതിൽ നിന്നും മസാല ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് കൂടുതൽ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളത്, പൊടികളൊക്കെ. അപ്പം മസാല ഒക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം കൂടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത ശേഷം മല്ലിച്ചപ്പും പുതിനയും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അരിഞ്ഞത്. അത് നന്നായി വഴറ്റിയ ശേഷം അതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെക്കുന്നുണ്ട്. മുട്ടക്കറിക്കാണ്. അപ്പോൾ ബീഫ് കറി കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ച് അതിലേക്ക് മുട്ട ചിക്കിയത് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ബാക്കിയുള്ള മസാലയിലേക്ക് ഇറച്ചിട്ട് കൊടുക്കുകയാണ്. ബീഫാണ്, അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്തിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ബീഫിലാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ഇരിക്കും കറി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് വേവിച്ചെടുക്കാം. പെരുന്നാളായ കാരണം എല്ലായിടത്തും പത്തിരിയും ബീഫ് കറിയൊക്കെ ആവും. അതുപോലെ നമ്മളും പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചട്ടിയിൽ ചുട്ടെടുക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പത്തിരി ഇട്ട് കൊടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഭാഗം വെന്ത് കിട്ടിയപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പകുതിയാണ് ഇതുപോലെ ഉരുളാക്കിയിട്ടിട്ടുള്ളത്. ചൂടുന്നതും പരത്തുന്നതൊക്കെ അടുത്തിങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പരത്തി വെച്ചിട്ട് ചൂടാൻ നിന്നതാണ്. ഫുള്ളായിട്ട് പരത്തലും ചൂടലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാ പരത്തി കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചൂടി ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ നന്നായിട്ട് പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാതും കൂടെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അരി വെള്ളത്തിലിട്ട് വെക്കണം, നെയ്ച്ചോറ് വെക്കാനാണ്. അപ്പോൾ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് 1.5 കിലോന്. അപ്പോൾ അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി 2-3 പ്രാവശ്യം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പത്തിരിയൊക്കെ ചുടൽ കഴിഞ്ഞ് പറിച്ചിക്കറിയുമായിട്ടുണ്ട് ബീഫ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പള്ളിക്കന്ന് കായും മോനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവച്ചത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. രാവിലത്തെ പള്ളിയിൽ പോയി വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നത്.
അതിൻ്റെ മുന്നേ കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് പോവുക ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. അങ്ങനെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കുള്ള നെയ്ച്ചോറിൻ്റെ സബോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വഴറ്റി കഴിഞ്ഞ ശേഷം നെയ്യിട്ടിട്ടാണ് വഴറ്റി എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പട്ട ഗ്രാമ്പു എല്ലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് ഉള്ളി പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ 1.5 കപ്പ് അരിക്ക് 3 കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 2 കപ്പ് വെള്ളം, പിന്നെ 1/2 കപ്പിന് 1 കപ്പ്, അങ്ങനെ 3 കപ്പ് വെള്ളം എടുത്ത് ഉപ്പിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ട് തിളച്ച ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൻ്റെ മീതെ ചോറൊക്കെ വെന്ത് കിട്ടിയ ശേഷം ഗരം മസാല, ഉള്ളി പൊരിച്ചത്, മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ആയിരുന്നു മൂടി വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചോറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മേശയുടെ മേലെ കൊടുന്ന് വെക്കാനാണ്. അപ്പോൾ എല്ലാവരും ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോറുണ്ട്, ബീഫ് കറി, അച്ചമ്പർ, പിന്നെ ആവോലി റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചാറൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയിലാണ് ഇട്ടിട്ട് കഴിക്കണത്. പാത്രം എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ പാത്രത്തിലാക്കിയില്ല. ഇല വെച്ചിട്ട് അതിലേക്ക് നെയ്ച്ചോറും ബീഫ് കറിയും കച്ചമ്പറും ഇട്ട് കൊടുത്ത് അച്ചാറും ഉണ്ട്. പായസം അനിയൻ്റെ മോളുണ്ടാക്കിയതാട്ടോ, ഞാനല്ല. അപ്പം അങ്ങനെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. ഇക്കാക്ക് വെറും ചോറ് മതി, എൻ്റെ സാമ്പാറും മീൻ റോസ്റ്റൊക്കെയാണ് കഴിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.